വരുന്ന 3 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കാലവർഷം എത്തിയിട്ടില്ല എന്നും ഇത് വെറും സാമ്പിൾ മാത്രമാണ് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. ഇത് കണക്കിലെടുത്ത് 4 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒപ്പം 3 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ കള്ളക്കടൽ പ്രതിഭാസം മൂലം കടൽ ആക്രമണത്തിനും സാധ്യതയുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നതും. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും നൽകിയിട്ടുണ്ട്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്നതിനെയാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതും. അതുപോലെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകൾക്ക് ഇന്ന് മഞ്ഞ അലേർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നതും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ആലപ്പുഴ, ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെ, അതുപോലെ തന്നെ കൊല്ലം, ആലപ്പാട് മുതൽ ഇടവ വരെ, തൃശൂർ, ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെ ഈ ജില്ലകളിൽ ഇന്ന് രാത്രി മുതൽ 0.7 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ടും അർത്ഥമാക്കുന്നത്. മാത്രമല്ല ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യതയും. അതേസമയം പലയിടങ്ങളിലും കനത്ത മഴ അനുഭവപ്പെട്ടെങ്കിൽ പോലും കാലവർഷം ഇതുവരെയും സംസ്ഥാനത്ത് എത്തിയിട്ടില്ല എന്നും 5 ദിവസത്തിനകം തന്നെ സംസ്ഥാനത്ത് കാലവർഷം എത്തുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ കണ്ണൂരിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന തളിപ്പറമ്പ്, കുപ്പത്ത് നിരവധി വീടുകൾ വെള്ളം കയറി. നിരവധി വീടുകളിൽ വെള്ളവും ചെളിയും കയറി. വീടുകളുടെ അടുക്കളയിൽ അടക്കം ചെളി നിറഞ്ഞു. ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത പ്രദേശത്തെ പലയിടങ്ങളിലും അപകട ഭീഷണിയാണ് നേരിടുന്നത്. 2 ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ ജില്ലയിൽ ജനജീവിതം ദുരന്ത അവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അശാസ്ത്രീയമായ ദേശീയപാത നിർമ്മാണമാണ് ദുരന്തത്തിന് കാരണമെന്നാണ് നാട്ടുകാർ ആരോപിച്ചിരിക്കുന്നത്. അപകട ഭീഷണി നേരിടുന്ന ഒരു വീട്ടിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കളക്ടർക്ക് വിശദമായ റിപ്പോർട്ട് നൽകിയതായും ദേശീയപാത അധികൃതരുമായി കളക്ടർ ചർച്ച നടത്തിയതായും വ്യക്തമാകുന്നുണ്ട്. ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലും മഴക്കെടുതി തുടരുകയാണ്. മതിൽ ഇടിഞ്ഞു വീണുകൊണ്ട് വീടുകൾക്ക് ഭാഗികമായി കേടുകൾ സംഭവിച്ചു. കണ്ണൂർ കുറുവായിലാണ് മതിൽ ഇടിഞ്ഞു വീണുകൊണ്ട് വീട്ടുകാർക്ക് കേടുപാടുകൾ പറ്റിയിട്ടുള്ളത്. കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് വീടിന് മുകളിൽ മരം വീണു. കനത്ത മഴയെ തുടർന്നുകൊണ്ടാണ് ഇവരുടെ വീടിന്റെ മേൽക്കൂര തകർന്നു വീണിരിക്കുന്നതും. അതുപോലെ തന്നെ മട്ടന്നൂരിൽ ഒരു വീടിന് ഇടിമിന്നലേൽക്കുകയും ചെയ്തു. അങ്ങനെ നിരവധി നാശനഷ്ടങ്ങളാണ് കണ്ണൂരിൽ നിന്നും റിപ്പോർട്ടുകൾ ചെയ്യുന്നത്. അതേസമയം മഴ 1.5 മാസത്തിനുള്ളിൽ തുടക്കമിട്ട ഈ ഒരു വർഷത്തെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശരാശരിയിലും അധികമായിരിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. എൽ നിനോ ഇല്ലാത്തതിനാൽ തന്നെ മികച്ച മൺസൂണിന് മികച്ച സാധ്യതയാണ് കണക്കാക്കുന്നതും. പതിവിലും മഴ കൂടിയിരിക്കാനുള്ള സാധ്യത 59% വരെയാണ്. 105% വരെ മഴ ലഭിച്ചേക്കാം. ഇതിൽ തന്നെ 5% കുറയുകയോ കൂടുകയോ ചെയ്യാം. തമിഴ്നാടിനും വടക്ക് കിഴക്കൻ ഇന്ത്യക്കും ഒഴികെ രാജ്യം മുഴുവൻ ശരാശരിയിലും അധിക മഴ ലഭിക്കാനാണ് സാധ്യതയും. AMD പുറത്തുവിട്ട സാധ്യത ഭൂപട പ്രകാരം കേരളത്തിൽ 10 മുതൽ 20% വരെ അധിക മഴയ്ക്കും സാധ്യതയാണ് പ്രവചിക്കുന്നത്. എന്നാൽ കേരളത്തെക്കാൾ അധിക മഴ മധ്യ ഇന്ത്യയിൽ ലഭിക്കാനും സാധ്യതയുണ്ട്. മെയ് അവസാനം വരെയും ഇത് സംബന്ധിച്ച് കുറച്ചുകൂടി കൃത്യമായ പ്രവചനം നൽകാൻ സാധിക്കും. കഴിഞ്ഞ 5 വർഷത്തെ പ്രവചനവും യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരം കേവലം 2.27% മാത്രമാണ്. പ്രവചനം അത്രയ്ക്കും കൃത്യമായിരുന്നു എന്നതാണ് വ്യക്തമാക്കുന്നതും. അതുപോലെ തന്നെ ഡൊമിനിക്കൽ മാതൃക അനുസരിച്ചാണ് പ്രവചനം നടത്തിയിരിക്കുന്നത്. രാജ്യമെങ്ങും മികച്ച മഴ ലഭിക്കുകയും വർഷത്തിൽ തമിഴ്നാട്ടിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴ കുറയുന്ന രീതി നിരീക്ഷിച്ചു വരികയാണ് എന്നും വ്യക്തമാവുന്നുണ്ട്. അതുപോലെ തന്നെ മേഖലയിലെ പ്രവചനത്തിൽ ഓരോ സംസ്ഥാനങ്ങളിലെയും മഴ സാധ്യത കൃത്യമായി തന്നെ പറയാനും സാധിക്കും. അഖിലേന്ത്യാ തല സാധ്യത മാത്രമാണ് ഇപ്പോഴുള്ളത്. മൺസൂണിന്റെ പ്രകടനത്തെ സ്വാധീനിക്കുന്ന മിക്ക ആഗോള ഘടകങ്ങളും ഇന്ത്യൻ മൺസൂണിന് അനുകൂലമാണ് ഇക്കുറി എന്നതാണ് മറ്റ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.